കേരളത്തിൽ ആൽബം ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ഗായകനാണ് ആസിഫ് ഖാൻ. ഓറഞ്ച് മീഡിയ ഒരുക്കിയ ഒരു കൂട്ടായ്മ ആൽബത്തിൽ ഇന്ന് നമ്മുടെ ജനപ്രിയ ഗായകൻ ഷാഫി കൊല്ലം, അതുപോലെ താജുക്ക, നിരവധി ഗായകന്മാർ, പേരെടുത്ത് പറയുന്ന ഒരുപാട് നല്ല ഗായകന്മാർ നമുക്ക് ഇന്ന് പങ്കെടുത്തു. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞ ഒരു ആൽബത്തിലെ ഒരു ഫസ്റ്റ് സോങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയത്. ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ ഇന്ന് ഷൂട്ട് ചെയ്ത ഈ ആൽബത്തിലെ അനുഭവങ്ങൾ, ഒരു നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയ ഒരു അനുഭവം പ്രേക്ഷകർക്ക് വേണ്ടി. അൽഹംദുലില്ലാഹ് ഖൈറാണ്. കാരണം മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കേണ്ടതായിട്ടുള്ള ദിനങ്ങളായിരുന്നു നമ്മൾ മറ്റുള്ള ലൊക്കേഷനിലും മറ്റുള്ള ഷൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ഇന്നത്തെ ഷൂട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. കാരണം നമ്മൾ ഭൂമിയിൽ അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിനെ ബഹുമാനിച്ചത് എന്തിനേയും മാനിക്കുക. അതായത് മഹാന്മാരായിട്ടുള്ള ആളുകളെ പോലെ തന്നെ നമ്മൾ ബഹുമാനിക്കേണ്ടവരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുന്നതിന് പകരം അവരെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്ന മക്കളോട് അവർ വന്നിട്ട് മനസ്സുകൊണ്ട് നല്ല മനസ്ഥിതിയുള്ള ഒരു മനുഷ്യനും ഇന്ന് നമ്മൾ പോയിട്ടുള്ള ആ ഒരു വൃദ്ധസദനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യത്തുള്ളവൻ്റെ ഏതോൻ്റെ ഹൃദയം ഒന്ന് പൊട്ടിപ്പോകും. ഞാനൊഴികെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇന്ന് തേങ്ങി കരയുണ്ടായി. കാരണം അത്രയും എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. ഓറഞ്ച് മീഡിയയുമായിട്ട് ആദ്യ വർക്കാണ്. അതെ, അവരോട് ഓറഞ്ച് മീഡിയയോട് എന്താണ് ആസിഫ് ഖാൻ പറഞ്ഞത്? ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. കാരണം ഒരു വർക്കിന് പുറമെ ഒരു നന്മ ചെയ്യുക, അതാണല്ലോ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പാട്ടുകൾ ഇപ്പം ജനങ്ങൾക്ക് പാസ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും മെസ്സേജ് ഉള്ളത് കൊടുക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു രണ്ടാൾ ചിന്തിക്കും. അങ്ങനെ ആ ചിന്തിക്കുന്ന സമയം ഏതെങ്കിലും രണ്ടാൾക്ക് നല്ല ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ അത് മതി, അത് റാഹത്താണ്. അത് ആ ഒരു റാഹത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഓറഞ്ച് മീഡിയയുടെ ഈ സംരംഭത്തിന് എല്ലാ വിജയവും ഉണ്ടാവും. അള്ളാഹുവിൽ നിന്ന് എല്ലാ വിജയവും അവർക്ക് ലഭിക്കും. വർക്കുകൾ ഇറക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പുറമേയുള്ള ലക്ഷ്യം. ഓക്കെ, നമുക്ക് വേണ്ടി എന്തോ